മിനർവ മം ആൻഡ് മീ സ്റ്റുഡിയോ. മിനർവ സ്റ്റുഡിയോസ്, ചിത്രം ചരിത്രം. നമ്മുടെ കേരളത്തിൽ പാവർട്ടിയെ സംബന്ധിച്ച് അറിയാത്ത മനുഷ്യരുണ്ടെന്ന് സംശയം. എനിക്ക് 50കളിൽ പാവർട്ടിയെ പരിചയമായി. ഞാൻ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മലബാർ പ്രദേശത്ത് കുടിയേറ്റക്കാരുടെ ഇടയിൽ സ്കൂളുകൾ തുടങ്ങിയപ്പോൾ പഠിപ്പിക്കുവാൻ ആവശ്യ അധ്യാപകരില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ സ്കൂളുകളിലേക്ക് വന്ന് പഠിപ്പിക്കാൻ മുതിർന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ചിലരായിരുന്നു, പ്രത്യേകിച്ച് പാവർട്ടിയിൽ നിന്നുള്ളവർ. അവർ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ വന്ന ആളുകൾ വളരെ പ്രതിബദ്ധതയുള്ളവരും നന്നായിട്ട് പഠിപ്പിക്കുന്നവരും ഒപ്പം വളരെ മത തീക്ഷ്ണതയുള്ളവരുമായിരുന്നു, ദൈവഭക്തിയുള്ളവരുമായിരുന്നു. ഇവരുടെ ഈ പ്രത്യേകത എവിടെ നിന്ന് കിട്ടി എന്നറിയുവാൻ ഞാൻ പിന്നീട് പാവർട്ടിയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അവരൊക്കെ ഒരു പ്രത്യേക കുടുംബത്തിൽപ്പെട്ടവരാണ്. എന്ത് കുടുംബമാണെന്ന് ചോദിച്ചാൽ, യേശുപിതാവിൻ്റെ കുടുംബം. അവിടെ നിന്ന് കിട്ടിയ ആ പ്രത്യേക തീക്ഷ്ണതയാണ് അവരെ ഇതുപോലൊരു മിഷണറിമാരാക്കി തീർത്തത് എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഞാൻ തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാൻ ആയ ശേഷം 1977 മുതൽ എല്ലാ വർഷവും പാവർട്ടി പള്ളിയിൽ പോയി തിരുനാൾ സംബന്ധിക്കുമായിരുന്നു. അവിടുത്തെ പള്ളി എന്നെ പ്രത്യേകമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിന് മുകളിലൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് 2 വശത്തേക്കും ബൾജ് ചെയ്യുന്നത് പോലെ അങ്ങനത്തെ ഒരു പ്രത്യേക പള്ളി. കുറേ അധികം ആളുകൾക്ക് അൾത്താരയ്ക്ക് അടുത്ത് നിൽക്കാനുള്ള സാധ്യത കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത അതിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ അൾത്താരയാണ്. പയ്യപ്പള്ളി രചിക്കുന്ന കാലത്താണ് ആ അൾത്താര പുതുക്കിപ്പണിത്. വളരെ മനോഹരമായ ഒരു അൾത്താര. പള്ളി വിശാലമായ പള്ളിയാണ്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, എത്ര കുർബാനയുണ്ടെങ്കിലും ആ കുർബാനയിലെല്ലാം പള്ളി നിറഞ്ഞ ആളുകളാണ്. പാവർട്ടിയിലെ തിരുനാൾ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു വലിയ തിരുനാളാണ്. പക്ഷേ തൃശ്ശൂർ പൂരമാണ് ഏറ്റവും വലിയൊരു ആഘോഷം. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് പറയുന്നത് പാവർട്ടിയിലെ തിരുനാളാണ് ഏറ്റവും വലിയ ആഘോഷം. തൃശ്ശൂർ ബിഷപ്പ് നിർബന്ധമായിട്ട് പാവർട്ടി ഇടവകയിൽ തിരുനാളിന് പോകണം എന്നുള്ളൊരു അലിഖിത നിയമമുള്ളതുപോലെ എനിക്ക് തോന്നി. ഒരു വർഷം ഞാൻ എന്തോ പരിപാടിയിൽ റോമിലെങ്ങ് പോയിരുന്ന അവസരത്തിൽ പോയതുകൊണ്ട് എനിക്കതിൽ സംബന്ധിക്കാൻ സാധിച്ചില്ല. അപ്പോൾ മനുഷ്യർക്ക് പരിഭവം പറഞ്ഞു, ഇക്കൊല്ലം ബിഷപ്പ് വന്നില്ല. എന്തോ ഒരു കൃത്യവിലോപം പോലെ അവരെന്നിൽ ആരോപിച്ചത് എനിക്ക് തോന്നി. പിന്നീട് ഒരിക്കലും ഞാൻ ഒരു മുടക്കം വരുത്തിയിട്ടില്ല. പള്ളികളിലൊക്കെ നേർച്ച കൊടുക്കാറുണ്ട്. പണം കൊടുക്കും, കാർഷികോൽപ്പന്നങ്ങൾ കൊടുക്കും, മറ്റ് സാധനങ്ങൾ കൊടുക്കും. അത് എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ പാവർട്ടിയെ സംബന്ധിച്ച് പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, പാവർട്ടിയിൽ പടക്കം ഒരു നേർച്ചയായിട്ട് കൊടുക്കുന്നുള്ളതാണ്. അതെൻ്റെ ജീവിതത്തിന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പടക്കം നേർച്ച എന്ന് കേൾക്കുന്നത്. പാവർട്ടിയിലുണ്ട് എന്തോ പടക്കത്തോട് പ്രത്യേക സ്നേഹമുള്ള മനുഷ്യരാണ്. അവിടെ പടക്കമുണ്ട്, വെടിക്കെട്ടുണ്ട്. അതിന് സ്വരാജ് റൗണ്ട് പോലെ വിശാലമായ സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു സ്ഥലത്ത് വെച്ച് നടത്തുന്നെങ്കിലും വിശുദ്ധ യോസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം കൊണ്ട് യാതൊരു അപകടവും അവിടെ ഉണ്ടാകാറില്ല എന്നുള്ളതും പ്രത്യേകം സ്മരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ തിരുനാളിൻ്റെ ആഘോഷത്തിൽ ഞാൻ അതിലെല്ലാം ഇറങ്ങി നടന്ന് നോക്കിയപ്പോഴുണ്ട് സ്നേഹവിരുന്ന്. അതവിടെ തകൃതിയായിട്ട് നടക്കുന്നു. ധാരാളം ആളുകൾ കാർഷികോൽപ്പന്നങ്ങൾ കൊണ്ട് കൊടുക്കുന്നു. അത് കറി വയ്ക്കുവാനായിട്ട് അനേകം ആളുകൾ പരിശ്രമിക്കുന്നു. അവരൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറി നിന്നുകൊണ്ട് കഷ്ടപ്പെട്ട് പണിയുന്നവരാണ്. അവരെ കണ്ടുപിടിക്കാൻ എനിക്ക് അത്ഭുതം തോന്നി. ഈ മനുഷ്യർ ഇതുപോലെ ഒരു പ്രതിബദ്ധതയോടുകൂടി അവർ ജനത്തിന് വേണ്ടി സേവനം ചെയ്യുന്നതിൽ ഓർത്ത് ഒത്തിരി സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വിശുദ്ധ യേശുപിതാവിനെ ഇതുപോലെ ബഹുമാനിക്കുന്ന വേറൊരു സ്ഥലമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തോ ആളുകളൊക്കെ ഇങ്ങനെ ഒരു ശിശുസഹജമായിട്ടുള്ള പ്രത്യാശയോടുകൂടി വിശ്വാസത്തോടുകൂടി പാവർട്ടിയിലേക്ക് ഇനി ഒഴുകുകയാണ്. അത് തീർച്ചയായിട്ടും യേശുപിതാവ് ഏതോ ഒരു പ്രത്യേക വാത്സല്യം ജനങ്ങളോട് ആ പ്രദേശത്ത് വെച്ച് കാണിക്കുന്നുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പള്ളിയിൽ വന്ന് അവിടെ തിരുനാൾ സംബന്ധിക്കുവാനും വിശുദ്ധ യേശുപിതാവിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങുവാനും അനേകർ വരട്ടെ. യേശുപിതാവിനുള്ള പ്രത്യേക ഭക്തി അവിടെ
പ്രചുരപ്രചാരമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. മിനർവ മം ആൻഡ് മീ സ്റ്റുഡിയോ. മിനർവ സ്റ്റുഡിയോസ് ചിത്രം ചരിത്രം.